friends, welcome back to Learning Hub. Let's learn together with Dhanya. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞതിന്റെ പാർട്ട് 2 ഒന്നുമല്ല, ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അക്കൗണ്ടൻസി അറിയുന്നവരും അറിയാത്തവരും കാണുക, കാരണം ഇത് മുൻവർഷ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, അവസാനം വരെ കാണാം. ഓക്കെ, question number 1. Income and expenditure account reveals dash. Options: cash in hand, surplus or deficit, capital fund, total liability. Income and expenditure account എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, അതായത് ആൻസർ is option B, surplus or deficit ആണ്. ഓക്കെ, അടുത്ത question: which of the following is not true with regards to fixed asset? ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ തെറ്റായത് ഏത്? ഫിക്സഡ് അസറ്റിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ്: എ, they are not mean for resale on profit. B, depreciation at specified rate is to be charged on most of the fixed asset. C, they can be easily converted into cash. D, they are used to conduct the business operations. ഓക്കെ, അപ്പം ആൻസർ വരുന്നത് they can be easily converted to cash. അതായത് ഫിക്സഡ് അസറ്റിനെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കാലം യൂസ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ അത് റീസെയിൽ, നമുക്ക് പ്രോഫിറ്റിന് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് റേറ്റിൽ അത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, ദേ ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: which of the following item is not credited in consignment account? Okay, options: a cash sales made by consignee, credit sales made by consignee, consignment stock, consignee's commission. Answer is option D, consignee's commission. Okay, consignment accountലേക്ക് ക്രെഡിറ്റ് ചെയ്യാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൺസൈനിയുടെ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ കൺസൈൻമെന്റ് സ്റ്റോക്കും അതിൽ കാണിക്കും. കൺസൈനിയുടെ കമ്മീഷൻ കാണിക്കുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: the portion of acquisition cost of the asset yet to be allocated is known as. Options: write down value, salvage value, C, accumulated value, D, realizable value. ഒരു അസറ്റിന്റെ അക്വിസിഷൻ കോസ്റ്റിന്റെ ഒരു ഭാഗം ഇനിയും അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് എന്താണ് അതിനെ വിളിക്കുന്നത്? റൈറ്റ് ഡൗൺ വാല്യൂ എന്നാണ്. ഓക്കെ, ദ പോർഷൻ ഓഫ് ദ അക്വിസിഷൻ കോസ്റ്റ് ഓഫ് ദ അസറ്റ് യെറ്റ് ടു ബി അലൊക്കേറ്റഡ് ഈസ് നോൺ ആസ് റൈറ്റ് ഡൗൺ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ: the closing stock given in trial balance of a cooperative society will shown in dash while preparing the final accounts of the society. Options: manufacturing account, trading account, balance sheet, reconciliation statement. Okay, trial balance ൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട്സ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എഴുതുമ്പോൾ എവിടെയാണ് വെക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ഓക്കെ, closing stock given in the trial balance of a cooperative society will shown in the balance sheet while preparing final accounts of society. Next question: cash book is a form of. Options: trial balance, journal proper, ledger, compiled register. Answer is option C, ledger. Okay, cash book is a form of ledger ആണ്. അടുത്ത question: trade discount allowed is recorded in. Options: a journal proper, cash book, sales return book, none of the above. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എവിടെയും കാണിക്കില്ല. ഓക്കെ, അത് നമുക്ക് ഏത് ബുക്സ് ഓഫ് അക്കൗണ്ടിലും അത് കാണിക്കില്ല. സോ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതിലും ഇല്ല. സോ അതാണ് ആൻസർ, നൺ ഓഫ് ദ എബവ് വന്നിട്ടുള്ളത്. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട് ഇസ് അലൗഡ് ഇൻ ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് ഇസ് റെക്കോർഡഡ് ഇൻ നൺ ഓഫ് ദ എബവ്. ഓക്കെ, അടുത്തത് 8th question: if every credit purchase were recorded in the journal, the entry for each such transaction would be to debit the dash account and credit dash. ഓക്കെ, അപ്പം ഓരോ ക്രെഡിറ്റ് പർച്ചേസും നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എൻട്രി എങ്ങനെയായിരിക്കും? എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം ഡെബിറ്റ് ചെയ്യുന്നത് ഗുഡ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ സപ്ലയർ, സപ്ലയറിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം എവറി ക്രെഡിറ്റ് പർച്ചേസ് were recorded in the journal. The entry for such transaction would be debit the goods account and credit the personal account of the supplier. Okay,
അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് ആവുമ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിന്റെ ഒരു കാര്യമേ വരുന്നില്ല. അപ്പോൾ ഈ ബിയും ഡിയും എന്തായാലും തെറ്റായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് വരുന്നില്ല, ക്രെഡിറ്റ് പർച്ചേസ് ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 9th one. Dash ratio indicates the number of times the capital has been rotated in the process of doing business. Working capital, turnover, operating stock turnover. Okay, അപ്പം എത്ര പ്രാവശ്യം ക്യാപിറ്റൽ റൊട്ടേറ്റ് ചെയ്തു, ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എത്ര തവണ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്ന റേഷ്യോയുടെ എന്താണെന്നാണ് ചോദിക്കുന്നത്. ടേൺ ഓവർ റേഷ്യോ ആണ്. ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ക്യാപിറ്റൽ ഹാസ് ബീൻ റൊട്ടേറ്റഡ് ഇൻ ദി process of doing business. Okay, അടുത്തത് 10th question. Salary, wages, interest, etc. are examples of dash explicit cost, implicit cost, normal cost and abnormal cost. Answer is option A, explicit cost ആണ്. Salary, wages, interest, etc. are the examples of explicit cost. Okay, അടുത്തത് 11th question. Broadly speaking, any expenditure over and above prime cost is known as options direct cost, fixed cost, overhead, sales. Answer is option C, overhead ആണ്. Okay, expenditure over and above prime cost. Prime cost നെക്കാളും കൂടുതൽ വരുന്ന എക്സ്പെൻസിനെ വിളിക്കുന്നത് overhead എന്നാണ്. Okay, അടുത്തത് 12th question. Contract costing is not used in one of the following industries. Options A, civil construction, shipbuilding, automobiles, bridge construction. Okay, answer is automobile. Contract costing എന്ന് പറയുമ്പോൾ അവിടെ കൺസ്ട്രക്ഷന്റെ ഭാഗങ്ങളെല്ലാം തന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗിലാണ് വരുന്നത്. അപ്പോൾ സിവിൽ കൺസ്ട്രക്ഷനും ഷിപ്പ് ബിൽഡിംഗ്, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ എല്ലാം തന്നെ കോൺട്രാക്റ്റിൽ വരുന്നതാണ്. ഓട്ടോമൊബൈൽസ് കോൺട്രാക്റ്റിൽ വരുന്നതല്ല, അത് ജോബ് കോസ്റ്റിംഗിൽ വരുത്താം. ഓക്കെ, അടുത്തത് 13th question. റിസർവ് ക്യാപിറ്റൽ മീൻസ്. റിസർവ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് അൺകോൾഡ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, അതായത് അൺകോൾഡ്, സബ്സ്ക്രൈബ്ഡ് അൺകോൾഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസർവ് ക്യാപിറ്റൽ മീൻസ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് അൺകോൾഡ് ക്യാപിറ്റൽ. ഓക്കെ, അടുത്തത് 14th question. Purchase of building and payment through bank account will dash. Options increase in total asset, decrease in total asset, no effect in total asset, increase in liability. ഓക്കെ, ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു, അത് ബാങ്ക് വഴിയാണ് പേയ്മെന്റ് നടത്തിയത്, ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പേയ്മെന്റ് നടത്തിയതെങ്കിൽ അവിടെ ടോട്ടൽ അസറ്റ്സിൽ എന്താ ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയാവുമ്പോൾ കറക്റ്റ് എമൗണ്ട് ആണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്, അവിടെ ലാഭം ഉണ്ടാവുന്നില്ല, നഷ്ടം ഉണ്ടാവുന്നില്ല. സോ നോ ഇഫക്റ്റ് ഇൻ ടോട്ടൽ അസറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് 15th question. Fixed cost per unit increases when dash. Volume of production increases, volume of production decreases, variable cost per unit decreases, variable cost remains unchanged. Okay, fixed cost per unit increases when the volume of production decreases. ഇവിടെ കോസ്റ്റും പ്രൊഡക്ഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം ഫിക്സഡ് കോസ്റ്റ് കൂടുമ്പോൾ അതായത് ഓരോ യൂണിറ്റിന്റെ ഫിക്സഡ് കോസ്റ്റ് കൂടുകയാണെങ്കിൽ അവിടെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ് ആണ് വരുന്നത്. നേരെ തിരിച്ച് ഇപ്പം ഇഫ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് വെൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. 16th question. Which ascertaining profitability dash factor is not taken into account? When തോന്നുന്നുണ്ട്, when ascertaining profitability dash factor is not taken into account. Options pricing, cost control, measuring cost of capital, dividend policy. Okay, profitability ascertain ചെയ്യുമ്പോൾ നമ്മൾ ഡിവിഡൻഡ് പോളിസി ഫാക്ടർ നമ്മൾ കണക്കിലെടുക്കാറില്ല. ഓക്കെ, അതാണ് ചോദിച്ചിട്ടുള്ളത്. When ascertaining profitability dash factor is not taken into account. Dividend policy factor is not taken into account. Okay, അടുത്തത് 17th question. Human resources cannot be recorded in the books of accounts. It is based on dash concept. Options A, cost, B, entity, C, going concern, D, money measurement. Okay, അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ ഒന്നും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറില്ല. അപ്പം അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മണി മെഷർമെന്റ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസ് cannot be recorded in the books of accounts. It is based on the money measurement concept. Okay, അടുത്തത് 18th question. Supply of material from stores department to other department is dash. Options A, credit transaction, B, internal event, C, external event, D, adjustment transaction. Okay, അപ്പോൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫോം ആണെന്നാണ് ചോദിക്കുന്നത്. അവിടെ
ഇന്റേണൽ ഇവന്റ് ആണ്. അതൊരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്റേണൽ ഇവന്റ് ആണ്. ഓക്കെ, സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഫ്രം സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് 19th question. Dash expenses incurred to keep fixed assets in good working condition. Options: capital, revenue, fixed, deferred revenue. Okay, അപ്പം ഫിക്സഡ് അസറ്റ്സിന് ഗുഡ് വർക്കിംഗ് കണ്ടീഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസ് ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആണെന്നാണ്. ഓക്കെ, റവന്യൂ എക്സ്പെൻസസ് ആണ് ഫിക്സഡ് അസറ്റ്സിന് ഗുഡ് വർക്കിംഗ് കണ്ടീഷനിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പെൻസ്. അടുത്തത് question number 20. In day book, non-cash transactions are recorded in dash columns. Options: credit, bank, total, adjustment. Okay, അപ്പം cash transaction അല്ലാതെ non cash transactions വരുമ്പം ഡേ ബുക്കിനകത്ത് അത് അഡ്ജസ്റ്റ്മെന്റ് കോളത്തിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത question. The preparation of trial balance helps to locate errors of principals, compensating errors, errors of partial omission, errors of complete omission. Okay, അപ്പം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ഏത് ടൈപ്പ് ഓഫ് എറർ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനാണ് യൂസ്ഫുൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽസ് ആണെങ്കിലും അതുപോലെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ, ഇത് മൂന്നാണെങ്കിലും ഈ എറർ സംഭവിച്ചു കഴിഞ്ഞാലും ട്രയൽ ബാലൻസ് സ്റ്റിൽ ബാലൻസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് അത് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. പക്ഷെ പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ ട്രയൽ ബാലൻസിന്റെ രണ്ട് സൈഡിലും വേരിയേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ ആണ് ആൻസർ. അടുത്തത് 22nd question. Where all cash receipts are paid into the bank and all payments are made by check, another subsidiary cash book maintained is known as. Option: subsidiary register, petty cash book, bank book, goods inwards book. Okay, അപ്പം എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും ബാങ്കിൽ പേ ചെയ്തു. അപ്പം അതെല്ലാം ചെയ്തിട്ടുള്ളത് ചെക്ക് വഴിയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സബ്സിഡിയറി ക്യാഷ് ബുക്ക് ഉണ്ട്. അതിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം പെറ്റി ക്യാഷ് ബുക്ക് ആണ്. അപ്പൊ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് ആണെങ്കിലും അത് ചെക്ക് വഴിയാണ് നടത്തുന്നതെങ്കിൽ നമുക്കത് സബ്സിഡിയറി ക്യാഷ് ബുക്ക് ആയിട്ടുള്ള പെറ്റി ക്യാഷ് ബുക്കിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് 23rd question. The statement prepared to indicate the items which cause disagreement between the balances as per bank columns of the cash book and bank passbook on any date. Okay, options: trial balance, cash flow statement, reconciliation statement, balance sheet. Okay, അതായത് ബാങ്ക് ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിൽ എന്തെങ്കിലും ഡിസഗ്രിമെന്റ്, അതിന്റെ ബാലൻസിൽ എന്തെങ്കിലും ഡിസഗ്രിമെന്റ് വരുവാണെങ്കിൽ അതിന് നമുക്ക് എതിരായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ, അത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് BRS, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് 24th question. The method by which a ready means to traders of some standing to raise money on credit of one another is by. Options: promissory note, bill of exchange, accommodation bill, MOU. ആക്ച്വലി ഇത് നമുക്ക് അക്കൗണ്ടൻസിയിൽ വരുന്നതെല്ലാം ആൻസർ അക്കോമഡേഷൻ ബില്ലാണ്. ഓക്കെ, നമുക്കത് അറിയാതെ പെട്ടത് അതില്. Okay, അടുത്തത് 25th question. On meeting the bill on the due date, enter it through the credit side of dash and debit dash. Options: bills payable account, cash book, bills payable account, bills receivable book, cash book, bills receivable book. So answer bills payable account and cash book. Okay, അപ്പോൾ ഡ്യൂ ഡേറ്റിനോട് നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബില്ല് മീറ്റ് ചെയ്യുമ്പോൾ അത് ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്, അതുപോലെ തന്നെ ഡെബിറ്റ് ചെയ്യുന്നത് ക്യാഷ് ബുക്കുമാണ്. ഓക്കെ, അടുത്തത് 26th question. Foreign bills accompanied by bills of lading, invoice and insurance policy are known as. Options: accommodation bill, documentary bills, bills of materials, discounting bills. Foreign bills ന്റെ കൂടെ ബിൽ ഓഫ് ലാഡിംഗ്, ഇൻവോയ്സ്, ഇൻഷുറൻസ് പോളിസി, ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ അതിന്റെ പേര് ഡോക്യുമെന്ററി ബിൽസ് എന്നായിട്ട് മാറും. ഓക്കെ, അടുത്തത് 27th question. Record of transactions from the nominal account to profit and loss account. Options: ledger, cash book, journal proper, bills, journals. Okay, record of the transaction from nominal account to profit and loss account. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഏതിലാണ്? ജേർണൽ പ്രോപ്പറിലാണ്. ഓക്കെ, അടുത്തത് question number 28. Agreements of dash provides a very useful check on ledger postings. Options: balance sheet, trial balance, cash flow, fund flow. Okay, trial balance എഗ്രി ചെയ്യണം. അപ്പോൾ ലെഡ്ജർ പോസ്റ്റിംഗ് അത് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അടുത്തത് 29th question.
A statement that deals with the comparison of different items of the profit and loss accounts and balance sheet of 2 or more period. Options: common size statement, cost volume profit analysis, see trend analysis, the comparative statements. Okay. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലെ ഡിഫറെന്റ് ഐറ്റംസും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ രണ്ടോ അതിലധികമോ പീരീഡ്സും കൂടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. Question number 30. The ratio that explains the strength of an organization with respect to effective utilization of finances. Options: A leverage ratio, B turnover ratio, C profitability ratio, D liquidity ratio. അതായത് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റേഷ്യോ ഏതാണ്? അതായത് അവരുടെ ഫൈനാൻസ് യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് കാണിക്കുന്ന റേഷ്യോ ഏതാണ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31. Bills receivable comes under options: bad debt, floating asset, doubtful debt, working capital. Answer is floating asset. Bills receivable comes under floating asset. அடுத்தது question number 32. Fixed assets shall be valued at options: A original cost, B current market price, C valued on the basis of its usefulness to the business. D ഇല്ല. Okay, അടുത്തത് answer value on the basis of its usefulness to the business. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഫിക്സഡ് അസറ്റ്സ് വാല്യൂ ചെയ്യുന്നത് വാല്യൂ ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾനെസ് ടു ദ ബിസിനസ്. ഓക്കെ, അതായത് ബിസിനസ്സിന് അതിന്റെ ഉപയോഗത്തിന് അനുസരിച്ചാണ് അതിനെ വാല്യൂ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 33. All balances relating to the expenses or gains will go into the dash. Options: balance sheet, profit and loss account, capital account, suspense account. Okay, expenses അല്ലെങ്കിൽ ഗെയിൻ. ഓക്കെ, എക്സ്പെൻസസ് അല്ലെങ്കിൽ ഗെയിൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബാലൻസസും എവിടേക്കാണ് പോകുന്നത്? ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 34. Advance against consignment is credited against the dash of consignee. Options: goods account, B consignment inward book, C consignment account, D personal account of the consignee. അപ്പോൾ കൺസൈൻമെന്റിന് അഡ്വാൻസ് കൊടുക്കുമ്പോൾ അത് എവിടേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്? ഓക്കെ, കൺസൈനിയുടെ പേഴ്സണൽ അക്കൗണ്ടിന്. ഓക്കെ, അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ ഡി പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ കൺസൈനി. അഡ്വാൻസ് അഗെയിൻസ്റ്റ് കൺസൈൻമെന്റ് ഇസ് ക്രെഡിറ്റഡ് അഗെയിൻസ്റ്റ് ദ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ കൺസൈനി. അടുത്തത് 35th question. When there is a disagreement in the trial balance, the difference may be temporarily credited or debited to dash. Options: A journal proper, B cash account, C suspense account, D debtors account. Okay, trial balance എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ടെമ്പററി ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നത് സസ്പെൻസ് അക്കൗണ്ടിലേക്കായിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി സസ്പെൻസ് അക്കൗണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 36. A person who owes something is called creditor, receiver, debtor, outgoing. Okay, debtor ആണ്. A person who owes something is called a debtor. അടുത്തത് 37th question. A fictitious account. ഇതിൽ fictitious account ഏതാണെന്നാണ് ചോദിക്കുന്നത്. സാലറി അക്കൗണ്ട്, ഗുഡ്സ് അക്കൗണ്ട്, ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. സാലറി അക്കൗണ്ട് ആണ് fictitious account. അടുത്തത് 38th question. Entering a transaction on the left hand side of an account. LHS സൈഡിൽ വരുന്നത് ഏത് ട്രാൻസാക്ഷൻ ആണെന്നാണ്. ഓപ്ഷൻസ്: ക്രെഡിറ്റിംഗ് ആൻ അക്കൗണ്ട്, ഡെബിറ്റിംഗ് ആൻ അക്കൗണ്ട്, ക്ലോസിംഗ് ആൻ അക്കൗണ്ട്, ബാലൻസിംഗ് ആൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ LHS സൈഡിൽ വരുന്നത് ഡെബിറ്റിംഗ് ആൻഡ് അക്കൗണ്ട് ആണ്. ഓക്കെ, അടുത്തത് 39th question. When liabilities exceed assets, a person is said to be. Options: A solvent, B in bad debt, C bankrupt, D insolvent. Okay, അപ്പോൾ അസറ്റിനെക്കാളും ലയബിലിറ്റി എക്സീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേഴ്സണെ വിളിക്കുന്ന പേരാണ് ഇൻസോൾവെന്റ്. ഓക്കെ, അസറ്റിനെക്കാളും ലയബിലിറ്റി എക്സീഡ് ചെയ്യുമ്പോൾ ഇൻസോൾവെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ 40. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അത് ഏത് അക്കൗണ്ട് ആണ്? ഏത് അക്കൗണ്ടിന്റെ റൂളാണ്? നമ്മുടെ ഗോൾഡൻ റൂളിൽ വരുന്നതാണ് ഏത് അക്കൗണ്ട് റൂളാണ്? ഓപ്ഷൻസ്: നോമിനൽ അക്കൗണ്ട്, ഫിക്ടീഷ്യസ് അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്.
Okay, real account ആണ്. Debit what comes in, credit was what goes out. Okay. അടുത്തത് 41. Transfer of entries from subsidiary books to ledger is called. Options: closing entry, posting, adjustment entry, opening entry. Okay. അപ്പോൾ എൻട്രീസിനെ സബ്സിഡിയറി ബുക്കിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പോസ്റ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ ലെഡ്ജർ പോസ്റ്റിംഗ് എന്നാണ് പറയുക. ഓക്കെ, ഓപ്ഷൻ ബി പോസ്റ്റിംഗ്. അടുത്തത് 42nd ക്വസ്റ്റ്യൻ. എവറി എൻട്രി ഇൻ ദ ജേർണൽ ഇസ് ഫോളോഡ് ബൈ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ്. ഓക്കെ, ഓപ്ഷൻസ് ലെഡ്ജർ ഫോളിയോ, ബാലൻസിംഗ്, നറേഷൻ, ഡീറ്റെയിലിംഗ്. ഓക്കെ, അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ എൻട്രി നമ്മൾ ജേർണലിൽ ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്, ആ ട്രാൻസാക്ഷൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ട്. അപ്പം അതിന് പറയുന്ന പേര് നറേഷൻ എന്നാണ്. ഓക്കെ, അടുത്തത് 43rd ക്വസ്റ്റ്യൻ. When a payment is made on account of any service rendered, the debit should be given to. Options: A, personal account of payee, particular service account, C, cash account, D, suspense account. ഓക്കെ, പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അതിൽ ഡെബിറ്റ് കൊടുക്കേണ്ടത് എവിടെയാണ്? ഓക്കെ, പർട്ടിക്കുലർ സർവീസ് അക്കൗണ്ട്, ആ സർവീസ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പേയ്മെന്റ് സർവീസിലേക്കാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ. ഓക്കെ, അടുത്തത് 44th question. When cash account is going to be closed, the difference between the two sides is entered on the credit side with words. Option 2, balance brought down to cash on hand, by balance carried down, by balance written off. Okay, answer is option C, by balance carried down. അതായത് ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുമ്പം രണ്ട് സൈഡിൻ്റെയും ഡിഫറൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതാറുള്ളത് ഏത് വേർഡ് വെച്ചിട്ടാണ്? ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ CD എന്ന് എഴുതാറില്ലേ, അതാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് 45th ക്വസ്റ്റ്യൻ. If on the date of closing there is a balance of unsold goods, the amount is to be shown on the credit side of the goods account with words. Options 2, balance, by carry down, to carry forward. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിന്റെ സമയത്ത് ഇപ്പോൾ അൺസോൾഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ഗുഡ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് എഴുതാറുണ്ട്. അത് ഏത് വേർഡ്സ് വെച്ചിട്ടാണ്? അപ്പം ഓപ്ഷൻ ബി, ബൈ ബാലൻസ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.